ഗാസയിലെ ഇസ്രയേലി യുദ്ധം ഇങ്ങനെ തുടരുകയാണ്. 2 ദിവസം കൂടി കഴിഞ്ഞാൽ 6 മാസം പിന്നിടും ഹമാസിനെ തകർക്കാൻ ഇസ്രായേൽ തുടങ്ങിയ യുദ്ധത്തിന്. ഗാസയുടെ ഏതാണ്ട് ഏറിയ പങ്കും ഇസ്രയേലി ആക്രമണത്തിൽ തച്ചു തകർന്നു. 40,000-ഓളം പേർ മരിച്ചു വീണു. ഇതിലേറെയും കുഞ്ഞുങ്ങളും സ്ത്രീകളും. ഭക്ഷണമോ വെള്ളമോ മരുന്നോ കിട്ടാതെ ഗാസ നിവാസികൾ യുദ്ധത്തിന്റെ കൊടും കെടുതികൾ ഓരോ ദിവസവും അനുഭവിക്കുന്നു. കിടക്കാനിടമില്ലാതെ, പരിക്കേറ്റാൽ ഒന്ന് മരുന്ന് വെച്ച് കെട്ടാനാകാതെ കെടുതിയുടെ അങ്ങേയറ്റത്താണ്. എന്ന് തീരും ഈ യുദ്ധമെന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ഗാസ ശരിക്കും ഒരു ശ്മശാനമായി മാറിയിട്ടും ഇസ്രായേലിന് യുദ്ധക്കൊതി തീരുന്നില്ലെന്നതാണ് പലസ്തീൻ ആരോപിക്കുന്നത്. ഇസ്രായേൽ മനഃപൂർവ്വം യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നെന്ന് ഹമാസും കുറ്റപ്പെടുത്തുന്നു. ഏറ്റവും ഭയാനകമായ കാര്യം, ഗാസയിൽ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾ വിവിധ തരം രോഗങ്ങളാലും പോഷകക്കുറവിനാലും മരിച്ചു വീഴുന്നു എന്നതാണ്. ഇതെല്ലാം 6 മാസം പിന്നിടുന്ന യുദ്ധഭൂമിയിലെ കരളലിയിക്കുന്ന ഓരോ കാഴ്ചകൾ മാത്രം. ഗാസയിലെ ദുരിതഭൂമിക്കപ്പുറം ലോകം വലിയൊരു ആശങ്കയുടെ മുനമ്പിലേക്ക് നീങ്ങുകയാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. മറ്റൊരു യുദ്ധം ആസന്നമാണ്. അത് ഇന്നേ വരെ കണ്ടതിൽ വച്ച് ഏറ്റവും മാരകമായേക്കാമെന്ന വിലയിരുത്തലുകളാണ് ലോകത്തിനാകെയുള്ളത്. ഇസ്രായേലിനെ ഏത് നിമിഷവും ഇറാൻ ആക്രമിച്ചേക്കാമെന്ന അതിഭയാനകമായ ഭീതിയുടെ വക്കത്താണ് മധ്യേഷ്യ. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ഇസ്രായേൽ തന്നെയാണ് അതിന് മരുന്നിട്ടത്. സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിലെ ഇറാനിയൻ എംബസിക്ക് സമീപം നടത്തിയ ബോംബാക്രമണം. ദമാസ്കസ് നഗരത്തിന് മുകളിലേക്ക് ഇരച്ചെത്തിയ ഇസ്രയേലി ബോംബറുകൾ നടത്തിയ ആക്രമണത്തിൽ ഇറാന്റെ 7 സൈനിക ഉപദേഷ്ടാക്കൾ കൊല്ലപ്പെട്ടെന്നാണ് വാദം. ഇറാൻ എംബസിയുടെ പ്രധാന കെട്ടിടത്തിന് സമീപത്ത് ഡിപ്ലോമാറ്റിക് കോമ്പൗണ്ടിലാണ് ബോംബുകൾ പതിച്ചത്. ഇവിടെയുണ്ടായിരുന്ന കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞു. എംബസി കെട്ടിടങ്ങൾക്ക് പുറത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ കത്തിച്ചാമ്പലായി. ഇറാന്റെ പാരാമിലിറ്ററി വിഭാഗവും വിദേശത്ത് വിന്യസിക്കുന്ന സംഘവുമായ ഖുദ്സ് സേനയുടെ മുതിർന്ന കമാൻഡർ മുഹമ്മദ് റീസ സഹേദിയുടെ മരണവും ഇറാൻ സ്ഥിരീകരിച്ചതോടെയാണ് കാര്യങ്ങൾ കരുതിയതിനും അപ്പുറത്തേക്ക് പോകാൻ തുടങ്ങിയത്. ഹമാസിനെ വകവരുത്താനെന്ന പേരിൽ ഇസ്രായേൽ ഗാസയിൽ യുദ്ധം തുടങ്ങിയ നാൾ മുതൽ ലോകം ഭയക്കുന്ന കാര്യമാണ് ഇറാൻ ഇസ്രായേലിന് മേൽ ആക്രമണം നടത്താനുള്ള സാധ്യത. അതിനുള്ള പ്രകോപനമെല്ലാം ഇസ്രായേൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും രൂക്ഷമായ യുദ്ധത്തിലേക്ക് വഴി തുറക്കുന്ന ആക്രമണം ആദ്യമാണെന്ന് മാത്രം. സിറിയയിലെയും ലബനോണിലെയും കേന്ദ്രങ്ങളിൽ നിന്ന് ഇസ്രായേലിലേക്കുണ്ടാകുന്ന മിസൈൽ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാനാണെന്ന് ഇസ്രായേൽ തുടക്കം മുതലേ ആരോപിക്കുന്നുണ്ട്. അതിനുള്ള സാധ്യതയേറെയാണ് താനും. കാരണം ഹിസ്ബുള്ളയും സിറിയയിലെ ഇറാനിയൻ പക്ഷ സൈന്യവും എല്ലാ കാലത്തും ഇസ്രയേലി വിരുദ്ധരാണ്. ഇസ്രയേലുമായി എന്നും പോരാടുന്നവരാണ്. ഇസ്രായേലിലേക്ക് സിറിയയിൽ നിന്നും ലബനോണിൽ നിന്നുമുള്ള ആക്രമണങ്ങൾക്ക് പൂർണ്ണ പിന്തുണയാണ് സിറിയൻ പ്രസിഡന്റായ ബാഷർ അൽ അസദ് നൽകുന്നതും. ഇറാനും ഇസ്രയേലും എന്നും ശത്രുപക്ഷത്താണ്. ഇറാനെ സംബന്ധിച്ച് പാശ്ചാത്യ ലോകമെന്ന് പറയുന്നത് ഒരിക്കലും സന്ധി ചെയ്യാത്ത ശത്രുക്കളാണ്. ഇസ്രായേലിന് തിരിച്ച് ഇറാനോടും അങ്ങനെ തന്നെ. ഇറാനെ എതിർക്കുന്ന എല്ലാ പാശ്ചാത്യ ശക്തികളുടെയും പിന്തുണയും എല്ലാ കാലത്തും ഇസ്രായേലിന് തന്നെയാണ്. 2011 സിറിയയിൽ ആഭ്യന്തര യുദ്ധം കലശലായതു മുതൽ ഇറാൻ സൈന്യത്തിന്റെ ശക്തമായ സാന്നിധ്യം ഇവിടെയുണ്ട്. ഇക്കാലത്തെല്ലാം ഇസ്രായേൽ പലവട്ടം സിറിയയിലേക്ക് ആക്രമണം നടത്തിയിട്ടുമുണ്ട്. പക്ഷേ ഇതൊന്നും ഇറാനും ഇസ്രായേലും തമ്മിൽ നേർക്കുനേരുള്ള യുദ്ധത്തിന് വഴിവെച്ചിരുന്നില്ല ഇത്ര കാലവും. പക്ഷേ ഇപ്പോൾ സാഹചര്യം അതല്ല. ഇറാൻ അത്രമേൽ പ്രകോപനത്തിലാണ്. സിറിയയിൽ ഇറാന്റെ അതിശൈത്യമുള്ള മേഖലയാണ് ഇസ്രയേൽ മുൻപിൻ നോക്കാതെ ബോംബിട്ടത്. ഇറാന്റെ പ്രധാനപ്പെട്ട സൈനിക പ്രമുഖന്മാരും ഉപദേഷ്ടാക്കളും കൊല്ലപ്പെട്ടു. പിന്നാലെയും തുടരെ ചെറിയതെങ്കിലും ആക്രമണങ്ങൾ ഇസ്രായേൽ തുടർന്നതും വലിയ പ്രശ്നമാണ്. 2020 ജനുവരിയിൽ ഇറാഖിൽ അമേരിക്ക നടത്തിയ വ്യോമാക്രമണത്തിൽ ഖുദ്സ് ഫോഴ്സിന്റെ കമാൻഡർ മേജർ ജനറൽ ഖ്വാസം സുലൈമാനി കൊല്ലപ്പെട്ടതിന് ശേഷം ഇറാനുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇതെന്നാണ് വിലയിരുത്തൽ. ഒരാഴ്ച മുമ്പ് സിറിയൻ പട്ടണമായ അലെപ്പോയിലും ഇസ്രായേൽ ആക്രമണം നടത്തിയിരുന്നു. ഇതിൽ സൈനികരടക്കം 40 പേരാണ് കൊല്ലപ്പെട്ടത്. ആയുധ ഡിപ്പോയായിരുന്നു അന്ന് ഇസ്രായേലിന്റെ ലക്ഷ്യം. ആക്രമണത്തിന്റെ ഫലമായി വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായി. ഇനി ഒരാക്രമണം കൂടി ഇസ്രായേൽ നടത്തിയാൽ ഇതായിരിക്കില്ല ഫലമെന്ന് ഇറാൻ വ്യക്തമാക്കിയതോടെയാണ് ലോകം മറ്റൊരു യുദ്ധത്തിന് സാക്ഷിയാകേണ്ടി വരുമോ എന്ന ഭയം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ തന്നെ ഇറാൻ വലിയ സമ്മർദ്ദത്തിലാണ്. ഇസ്രായേൽ സിറിയയിലെ എംബസിക്ക് നേരെ ആക്രമണം നടത്തിയിട്ടും മിണ്ടാതിരിക്കുന്നതിൽ ഇറാൻ ജനതയ്ക്ക് കടുത്ത അമർഷമുണ്ട്.
ഗാസയിൽ നിലവിൽ ഒരു യുദ്ധം നടക്കുന്നതിനാൽ ഇപ്പോൾ എന്തെങ്കിലും നീക്കം നടത്തിയാൽ അത് വലിയൊരു യുദ്ധമായി പരിണമിക്കുമെന്ന ഭയം ഇറാനുണ്ട്. അതുകൊണ്ട് തന്നെ സിറിയയിലെയും ലബനോണിലെയും സൈനികർ മുഖേന ഇസ്രായേലിന് നേരെ കടുത്ത തിരിച്ചടിക്ക് മുതിർന്നേക്കാമെന്നാണ് സൂചന. ലബനോണിലെയും ഇറാഖിലെയും യമനിലെയും ഇറാന്റെ കേന്ദ്രങ്ങൾ വഴിയല്ലാതെ ഒരാക്രമണം നേരിട്ട് നടത്താൻ സാധ്യതയില്ലെന്ന് തന്നെയാണ് ഇപ്പോഴും ലോകം കരുതുന്നത്. മറിച്ചൊന്നുണ്ടായാൽ അത് വലിയ യുദ്ധത്തിലേക്ക് വഴിമാറും. ഇസ്രായേൽ എന്തായാലും ഇങ്ങനെയൊന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് വ്യക്തമാക്കുന്നതാണ് ഇസ്രായേലി സൈനിക തലപ്പത്ത് നിന്ന് തിങ്കളാഴ്ചയ്ക്ക് ശേഷം വന്ന പ്രതികരണങ്ങൾ. ഇറാൻ നേരിട്ട് ഇസ്രായേലിന് ആക്രമിക്കുന്നതിനുള്ള സാധ്യത തള്ളുന്നില്ലെന്ന് ഇസ്രായേലി മിലിറ്ററി ഇന്റലിജൻസ് തലവൻ അമോസ് യാഡ്ലിൻ ടൈംസ് ഓഫ് ഇസ്രായേലിനോട് പറഞ്ഞതിന് ഇത് തെളിവാണ്. അതിനായി യാഡ്ലി ചൂണ്ടിക്കാട്ടുന്നത് കുറച്ചു മാസം മുമ്പ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ ആക്രമണങ്ങളാണ്. മാത്രമല്ല, ഇറാനിയൻ ശ്രേഷ്ഠ നേതാവ് അയത്തുള്ള അലി ഖമനേയി ഇസ്രായേലിനെ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞതും ഗുരുതരമായ സാഹചര്യമാണ് സൂചന നൽകുന്നത്. ഇസ്രായേലിന്റെ പ്രതികരണം നൽകുന്ന മറ്റൊരു സൂചനയുമുണ്ട്. അത് ഞങ്ങൾ ആരാക്രമിച്ചാലും അത് നേരിടാൻ തയ്യാറാണ് എന്നതാണ്. ഇറാനോട് കളിച്ചാൽ തീക്കളിയാകുമെന്ന് ഇസ്രായേലിന് അറിയാത്തതല്ല. നിലവിൽ ഒരു യുദ്ധം നടത്തുമ്പോഴും മറ്റൊന്നിന് കോപ്പ് കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ ഒട്ടും ലാഘവ ബുദ്ധിയോടെയുമാവില്ല. അതിനു മാത്രം ബുദ്ധിശൂന്യനല്ല ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്ന് ലോകത്തിനറിയാം. ഇസ്രയേലും ഇറാനും യുദ്ധപാതയിലായാൽ അത് ഇസ്രയേൽ ഹമാസ് യുദ്ധം പോലെ ആയിരിക്കില്ല. 10 മടങ്ങായിരിക്കും പ്രത്യാഘാതം. അത് ഭയന്ന് തന്നെയാണ് ഗാസയിൽ ഇസ്രയേൽ യുദ്ധം തുടങ്ങിയപ്പോൾ ലോകം കരുതലോടെ നിരീക്ഷിച്ചതും പ്രതികരിച്ചതും. അതുകൊണ്ട് ലോകം വലിയ ആശങ്കയോടെയാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ നിരീക്ഷിക്കുന്നത്.